ഹായ്. അപ്പോൾ ശകടത്തിനെ മറന്നുപോയാ? പണ്ട് ശകടത്തിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. അപ്പം നമ്മൾ ശകടത്തിൻ്റെ പുറത്ത് പോവുകയാണ് അവൻ്റെ അടുത്തേക്ക്. അവൻ്റെ അടുത്ത് ആണ് സർപ്രൈസ്. ഇവിടെ മുതൽ ഞാൻ വോയിസ് ഓവർ ഇടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല. കാരണം ഇപ്പം എന്ന് പറയുന്നത് വാനെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം നോ പറഞ്ഞിട്ട് അതൊന്നും മനാനപ്പട എന്താ പറയുക, വാനെ ഒന്ന് ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുത്തു. സോ അതിൽ ഞങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നതാണ്. ഒരു വായും അച്ഛനും മകളും തമ്മിൽ ഭയങ്കര ബന്ധമായിരിക്കും. നമ്മൾ പെൺകുട്ടികൾക്ക് അച്ഛൻ എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും, അച്ഛനും പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അപ്പം ബാക്കി നാണമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിന്ന് തരാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ആ കാണുന്നത്. എനിക്ക് മടിയാണ്, എനിക്ക് കാര്യങ്ങളാണ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ പോലും മുട്ടായി വേണോ കടല വേണോ, നീ അതൊക്കെ കഴിക്കാൻ നോക്ക്, നീ വീഡിയോ എടുക്കുകയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലോക കാര്യങ്ങൾ അത് ഇത് അവിടുന്ന് ആര് വരും ഇവിടുന്ന് ആര് വരും, അങ്ങനെ ഞാനിവിടെ ഉണ്ട്, കേരളത്തിലുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ഇതേപോലെ ഉച്ചയ്ക്ക് വാ പോകുന്ന സമയത്ത് 3 മണിയാകുമ്പോഴത്തേനും പോയിട്ട് ഈ പറയുന്ന പോലെ ഓടിച്ചെന്നിട്ട് വാൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് നോക്കിയിട്ടും കാര്യങ്ങളും വരും. വാപ്പ ഒരാളെ വിളിക്കുകയാണ്. വാൻ്റെ ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുഞ്ഞു കുട്ടികളാണ് വാൻ്റെ ഫ്രണ്ട്സ് കൂടുതലെന്ന് വെച്ചാലും അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഈ പറയുന്ന പോലെ വാൻ്റെ കൂട്ടത്തിൽ. അപ്പം അതിലൊരാളെയാണ് ഇപ്പം വിളിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പം അയാളെ വിളിച്ചിട്ട് അയാൾ ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ആണെന്ന് പറയുകയാണ്. അപ്പം അയാളെയും കൂടി നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞോ, എനിക്കെന്താ പറയാനുള്ളത്? പറഞ്ഞോ, എന്താ പറയുന്നത്? പുള്ളിക്കാരൻ സംസാരിച്ചു. ഭയങ്കര സൗണ്ടാണ് കേട്ടോ, റോഡിലായതുകൊണ്ട് ഈ പറയുന്ന പോലെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ വീണ്ടും തരുന്നത്. അവർ സംസാരിച്ച് ചിരിക്കുന്നതും അവരെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം അവർ ഈ കാര്യങ്ങളൊക്കെ പറയുകയും അയാൾ ഓരോരോ കാര്യങ്ങൾ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരും. ഭയങ്കര തല്ലുകൊള്ളിയാണ്, അവരോടൊക്കെ ഭയങ്കരമായിട്ട് ഇതാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ പോവുകയാണ്. ഓക്കെ, വാൻ്റെ കോഴിപ്പീടിയിലെ ഹിന്ദി കേട്ടിട്ട് ഇതാക്കിയോ? ഇവിടെ നിന്നൊന്നും പറഞ്ഞ് കൂടാണ്ട് മനസ്സിലാക്കാൻ എന്താ പറ്റാത്ത കുറേ കാര്യങ്ങൾ കഥകളൊക്കെ അവിടെ പോയി പറഞ്ഞ് അവരോട് ചിരിക്കാൻ വേണ്ടിയിട്ട് ആ റോഡ് ക്രോസ് ചെയ്തിട്ട് പോയി. ആ ചിക്കൻ കടയിലുള്ള ആൾക്കാരാണ് വാൻ്റെ കുറേയൊക്കെ ഫ്രണ്ട്സ്. പിന്നെ കുറേ മീൻകാരുണ്ട്, കുറേ ഈ വഴിയോര കച്ചവടക്കാരുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് കടക്കാരുണ്ട്, പച്ചക്കറിക്കാരുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഞാനിങ്ങനെ നിങ്ങൾക്ക് സ്ഥലം ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗേറ്റുകളും ഇതൊക്കെ കണ്ട് എൻ്റെ വാൻ്റെ കടയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നിർത്താൻ തോന്നിയാലോ, വാനോട് 2 വാക്ക് പറഞ്ഞാലോ. ഞങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. എനിക്കാണെങ്കിൽ അവിടെ പോയിട്ട് ഇങ്ങനെ കളിക്കാൻ ഇതാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 3 മണിയാകുമ്പോൾ മുട്ടും വാൻ്റെ അടുത്തേക്ക് പോകാൻ. കാരണം ഞാൻ ഈ കടയിൽ പോയി നിൽക്കുമ്പോൾ ആണ് ബാക്കി എങ്ങനെയെങ്കിലും അവിടെ ഫാദറിന് ഈ പറയുന്ന ഫാദറിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോകാനും പൈസ വാങ്ങാൻ പോകാനും അതിനും ഇതിനൊക്കെ ബാക്കി ഓരോരോ സമയം കിട്ടുന്നത്. അപ്പം ഞാൻ എന്താക്കും, അവർ പോയിട്ട് കുഞ്ഞു പ്രായമല്ലേ, അവർ പോയിട്ട് എന്തായാലും എന്താക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് പിന്നെ അഭിമാനം കേട്ടോ ഈ ഒരു കാര്യമൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഫാദർ നോക്കി വളർത്തി കൊണ്ടുവന്നത്. സോ ഇതേപോലെ ഫാദർ വരുന്നവരെ കടയിലിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇതാണ് ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ്. സോ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ഈ പറയുന്ന പോലെ പുതിയങ്ങാടി ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ് കേട്ടോ, ഇപ്പോൾ കാണുന്ന ബസ് സ്റ്റോപ്പിൻ്റെ അടുത്താണ്. സോ ഈ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിങ്ങൾ ഇതാക്കാം.